കടലവകാശം കടലിന്റെ മക്കൾക്ക് എന്ന നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് തീരദേശ സംരക്ഷണ യാത്ര നടത്തുന്നു. മെയ് 1 കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര 9 തിരുവനന്തപുരത്ത് സമാപിക്കും. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ കടലവകാശ നിയമം നിർമ്മിക്കണമെന്ന് രാജ്യത്ത് ആദ്യമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ്. ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിനും ഈ ആവശ്യം ഉന്നയിച്ചുവെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരള കോൺഗ്രസ് എമ്മിന്റെ ഈ ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുവെന്നും യൂത്ത് ഫ്രണ്ട് നേതാക്കൾ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈയൊരു പശ്ചാത്തലം കൂടി മുൻനിർത്തിയാണ് കടലവകാശ നിയമനിർമ്മാണം എത്രയും വേഗത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ യാത്ര നടത്തുന്നതെന്നും മെയ് 1 കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിക്കുന്ന ജാഥ മെയ് 9 തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കടലോര മേഖലയിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത്യന്തം ദയനീയമാണ് തീരദേശ മേഖലകളിലെ അവസ്ഥ. തീരദേശ മത്സ്യബന്ധനം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. അതിൽ കോർപ്പറേറ്റുകളുടെ ഒരു അതിപ്രസരം, ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അവിടെ അനിയന്ത്രിതമായിട്ടുള്ള വലിയ ഹൈ മെക്കനൈസ്ഡ് ഈ മദർഷിപ്പുകളും വലിയ ട്രോളേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അനിയന്ത്രിതമായ മത്സ്യബന്ധനം അത് തീരദേശത്തെയും തീരദേശ ജനങ്ങളെ ആകെ ബാധിച്ചിരിക്കുക, തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അതിന് വിശ്വസനീയമായ രീതിയിലാണ് പല കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 1 കാസർഗോഡ് വെച്ച് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി തീരദേശ സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലെയും കടൽ തീര മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചാണ് യാത്ര കടന്നുപോവുക. കടൽ മണൽ ഖനന പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, CADAL എന്ന സന്നദ്ധ സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും തീരദേശ യാത്ര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 9 ദിവസങ്ങളിലായി കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൂടെ 670 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് 50 കേന്ദ്രങ്ങൾ കടന്ന് മെയ് 9 തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ജാഥ സമാപിക്കും. സംഘടക സമിതി ഭാരവാഹികളായ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ സെക്രട്ടറിയുമായ ഷിനോജ് ചാക്കോ, യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന IT കോർഡിനേറ്റർ അഭിലാഷ് മാത്യു, ജില്ലാ സെക്രട്ടറി ബിജു തുളുശ്ശേരി എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി യാത്ര സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.